നമസ്കാരം, മലയാളത്തിലേക്ക് സ്വാഗതം. പാശ്ചാത്യ രാജ്യങ്ങൾ വെള്ളിയാഴ്ചയും 13-ാം തീയതിയും ഒന്നിച്ചു വരുന്നത് വലിയൊരു ദുശ്ശകുനമായാണ് കണക്കാക്കുന്നത്. ഇതൊരു അന്ധവിശ്വാസമാണെങ്കിലും ഇന്ന് ആഭ്യന്തര വിപണിയിലെ നിക്ഷേപകർക്ക് അത്തരത്തിലൊരു ദിവസം തന്നെയായിരുന്നു. എന്നാൽ വിപണിയിൽ ഉണ്ടായ നഷ്ടത്തിന് കൃത്യമായ കാരണങ്ങളുണ്ട്. സെൻസെക്സും നിഫ്റ്റിയും വലിയ തകർച്ചയാണ് നേരിട്ടത്. IT ഓഹരികളുടെ വിൽപ്പനയാണ് പ്രധാനമായും ഈ ഇടിവിന് കാരണമായത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിൽ ഉണ്ടായേക്കാവുന്ന മാറ്റങ്ങൾ IT മേഖലയെ ദോഷകരമായി ബാധിക്കുമെന്ന ഭീതി നിക്ഷേപകരെ ആശങ്കയിലാഴ്ത്തി. പ്രധാന IT കമ്പനികൾക്കെല്ലാം വലിയ നഷ്ടം സംഭവിച്ചു. BSEയിലെ നിക്ഷേപകരുടെ ആസ്തിയിൽ വൻ ഇടിവുണ്ടായി. നിഫ്റ്റി IT സൂചിക ഗണ്യമായി താഴേക്ക് പോയി. സെൻസെക്സ് 1048 പോയിന്റ് ഇടിഞ്ഞ് 82,627 ക്ലോസ് ചെയ്തു. നിഫ്റ്റി 50 സൂചിക 336 പോയിന്റ് താഴ്ന്ന് 25,500 എന്ന നിലവാരത്തിന് താഴെയായി. ഏകദേശം 7.4 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപക സമ്പത്താണ് ഈ തകർച്ചയിൽ ഇല്ലാതായത്. ഇൻഫോസിസ്, TCS, HCL ടെക്, വിപ്രോ തുടങ്ങിയ IT ഭീമന്മാർക്ക് പുറമെ HUL, ടാറ്റ സ്റ്റീൽ, റിലയൻസ് തുടങ്ങിയ പ്രമുഖ കമ്പനികളും വലിയ നഷ്ടം നേരിട്ടു. അമേരിക്കൻ വിപണിയിൽ ഇൻഫോസിസ്, വിപ്രോ എന്നിവയുടെ ADRകൾ 10% ഇടിഞ്ഞതാണ് ഇന്ത്യൻ IT ഓഹരികളെ തളർത്തിയത്. അമേരിക്കൻ വിപണിയും IT ഓഹരികളിൽ കനത്ത വിൽപ്പന സമ്മർദ്ദം കണ്ടിരുന്നു. കഴിഞ്ഞ ദിവസം നാസ്ഡാക്ക് സൂചിക 469 പോയിന്റ് ഇടിഞ്ഞ് 22,597 എന്ന നിലവാരത്തിലെത്തി. ഡൗ ജോൺസ് ഇൻഡസ്ട്രിയൽ ആവറേജ് 669 പോയിന്റ് താഴ്ന്ന് 49,451 എന്ന നിലവാരത്തിലെത്തി. S&P 500 സൂചിക 108 പോയിന്റ് ഇടിഞ്ഞ് 6,838 എന്ന നിലവാരത്തിലുമായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കാരണം പരമ്പരാഗത IT സേവനങ്ങളുടെ ആവശ്യം കുറയുമെന്ന ഭീതി നിക്ഷേപകർക്കിടയിലുണ്ട്. JP മോർഗൻ പോലുള്ള ആഗോള സ്ഥാപനങ്ങൾ IT മേഖലയെ നിരീക്ഷിക്കുന്നുണ്ടെങ്കിലും നിലവിൽ ഡിജിറ്റൽ പരിവർത്തനത്തിൽ ഉണ്ടായേക്കാവുന്ന തടസ്സങ്ങൾ ഓഹരി വിലയെ ബാധിക്കുന്നു. അമേരിക്കയിലെ പുതിയ ലേബർ മാർക്കറ്റ് ഡാറ്റ, വരാനിരിക്കുന്ന ജനുവരി മാസത്തിലെ പണപ്പെരുപ്പ റിപ്പോർട്ടും നിക്ഷേപകരെ കൂടുതൽ ജാഗ്രത ഉളവാക്കി. ആഭ്യന്തര വിപണിയിലും ഇതിന്റെ പ്രതിഫലനം കണ്ടിരുന്നു. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം കുറഞ്ഞത് മറ്റൊരു കാരണമാണ്. ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് തന്നെയാണ് പ്രധാന കാരണം. നയതന്ത്ര ചർച്ചകൾ തുടരുന്നുണ്ടെങ്കിലും ഒരു ആണവ കരാറിൽ എത്താൻ സാധിച്ചില്ലെങ്കിൽ ഇറാനെതിരെ കടുത്ത സൈനിക നടപടികൾ ഉണ്ടായേക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയത് വിപണികളെ ആശങ്കയുടെ മുനയിൽ നിർത്തി. വാഷിംഗ്ടണും ടെഹ്റാനും ചർച്ചകൾ പുനരാരംഭിക്കാൻ തയ്യാറെടുക്കുന്നതിനിടെ മേഖലയിലേക്ക് രണ്ടാമതൊരു വിമാനവാഹിനി കപ്പൽ കൂടി അയക്കുന്ന കാര്യം പരിഗണനയിലാണെന്ന് ട്രംപ് പറഞ്ഞത് അനിശ്ചിതത്വം വർദ്ധിപ്പിച്ചു. ഇതിനു പുറമെ വിപണിയിൽ അടുത്തിടെ മെറ്റൽ ഓഹരികൾ ഉണ്ടായ കുതിപ്പിന് ശേഷം നിക്ഷേപകർ വ്യാപകമായി ലാഭമെടുപ്പ് നടത്തി. ടാറ്റ സ്റ്റീൽ പോലെയുള്ള വൻകിട കമ്പനികൾ 4.5% വരെ ഇടിവ് രേഖപ്പെടുത്തി. വിദേശ നിക്ഷേപകർ ഇന്ത്യൻ വിപണിയിൽ നിന്ന് പണം പിൻവലിക്കുന്നതും വിപണിയെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. ചൈനീസ് വിപണിയിലെ ഉണർവ് ഇന്ത്യ പോലുള്ള വളർന്നു വരുന്ന വിപണികളിൽ നിന്ന് പണം അങ്ങോട്ട് മാറാൻ കാരണമാകുന്നുണ്ടെന്ന് വിദഗ്ധർ നിരീക്ഷിക്കുന്നു. എൻറിച്ച് മണിയുടെ CEO പൊന്മുടി ആർ പറയുന്നത് നിഫ്റ്റി അതിന്റെ പ്രധാന സപ്പോർട്ട് ലെവലായി 25,500 താഴേക്ക് പോയത് വിപണിയിൽ ബേറിഷ് സാഹചര്യം ശക്തമാക്കാൻ കാരണമായി എന്നാണ്. ഇത് കൂടുതൽ വിൽപ്പനാ സമ്മർദ്ദത്തിലേക്ക് വഴിവെച്ചു. ശക്തമായ തകർച്ചയ്ക്ക് ശേഷം നിഫ്റ്റി 50 ഹ്രസ്വകാല സമ്മർദ്ദത്തിൽ തുടരുകയാണ്. വിപണി ക്ലോസ് ചെയ്തത് 25,450, 25,600 എന്ന പരിധിയിലാണ്. ഡെയിലി ചാർട്ട് പ്രകാരം സൂചിക ഇപ്പോൾ 20, 50, 100 ഡേയ്സ് EMAകൾക്ക് താഴെയാണ് വ്യാപാരം നടത്തുന്നത്. ഇത് വിപണിയിലെ ഹ്രസ്വകാല തളർച്ചയെ സ്ഥിരീകരിക്കുന്നു. അതേസമയം RSI 46 അടുത്തായതിനാൽ മുന്നേറ്റത്തിനുള്ള വേഗത കുറയുന്നതായും ജാഗ്രത പാലിക്കേണ്ട സാഹചര്യമാണെന്നും സൂചിപ്പിക്കുന്നു. നിലവിൽ 25,450, 25,400 എന്ന നിലവാരത്തിലാണ് നിഫ്റ്റിയുടെ പ്രധാന സപ്പോർട്ട്. ഈ പരിധിക്ക് താഴേക്ക് പോയാൽ നിഫ്റ്റി 25,300, 25,200 എന്ന 200 ഡേ EMA വരെ എത്താൻ സാധ്യതയുണ്ട്. മുകളിലേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ 25,600, 25,650 ആദ്യ റെസിസ്റ്റൻസ് ആയി മാറും. ഇതിനുശേഷം 25,750, 25,800 എന്ന ശക്തമായ സപ്ലൈ സോൺ മറികടക്കേണ്ടതുണ്ട്. വിപണിയിൽ ഒരു പോസിറ്റീവ് മനോഭാവം വരണമെങ്കിൽ നിഫ്റ്റി 25,800 മുകളിൽ നിലനിൽക്കണം. എങ്കിലും 25,900, 26,000 കടന്നാൽ മാത്രമാണ് വിപണി പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വന്നു എന്ന് പറയാനാകും. എങ്കിലും ഡെറിവേറ്റീവ് പൊസിഷനുകൾ പരിശോധിക്കുമ്പോൾ ചെറിയൊരു ടാക്ടിക്കൽ ബൗൺസിനുള്ള സാധ്യതയുമുണ്ട്. നിലവിൽ ആകെ കോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് 25.64 കോടിയും പുട്ട് ഇൻട്രസ്റ്റ് 11.34 കോടിയുമാണ്. ഇതിന്റെ ഫലമായി PCR റേഷ്യോ 0.44 എന്ന കുറഞ്ഞ നിരക്കിലാണുള്ളത്. ഇത് വിപണിക്ക് മുകളിൽ ശക്തമായ റെസിസ്റ്റൻസ് ഉണ്ടെന്നും നിക്ഷേപകർ വളരെ കരുതലോടെയും മുൻകരുതലോടും കൂടിയാണ് നീങ്ങുന്നതെന്നും സൂചിപ്പിക്കുന്നു. ഓപ്പൺ ഇൻട്രസ്റ്റിലെ മാറ്റം ശ്രദ്ധേയമാണ്.
കോൾ വിഭാഗത്തിൽ 8.07 കോടിയുടെ വൻ വർധനവാണ് രേഖപ്പെടുത്തിയത്. പ്രധാനമായും 25,600 മുതൽ 26,100 വരെയുള്ള സ്ട്രൈക്കുകളിലാണ് ഇത് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അതേസമയം പുട്ട് വിഭാഗത്തിൽ വെറും 61.42 ലക്ഷത്തിന്റെ ചെറിയ വർധനവ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. വില ഇടിയുന്ന സമയത്ത് കോളുകൾ ഇത്തരത്തിൽ വലിയ തോതിൽ കൂടുന്നത് സാധാരണയായി ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹെഡ്ജിങ്ങിനായോ അല്ലെങ്കിൽ വില കുറഞ്ഞ നിലവാരത്തിൽ നിന്നുള്ള ഷോർട്ട് കവറിങ്ങിനോ സൂചിപ്പിക്കുന്നു. കുറഞ്ഞ PCR വിപണി വീണ്ടും താഴേക്ക് പോകാനുള്ള സാധ്യത നിലനിർത്തുന്നുണ്ട് എങ്കിലും കോളുകളിൽ ഉണ്ടായ ഈ വലിയ വർധനവ് ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നുണ്ട്. ആഗോള വിപണിയിലെ സാഹചര്യം മെച്ചപ്പെടുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ വിപണിയിൽ ഒരു താൽക്കാലിക തിരിച്ചുവരവ് അഥവാ ടാക്ടിക്കൽ റീബൗണ്ട് ഉണ്ടായേക്കാം.